ചോയ്സി തീർച്ചയായിട്ടും എൻ്റെ ഒരു പെങ്ങളാണ്. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു പെങ്ങളുടെ അപ്പുറത്ത് ഒരു വിശുദ്ധയുടെ മതസംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എയർപോർട്ട് മുതൽ ഈ നിമിഷം പറഞ്ഞാൽ അവിടെ ഉണ്ട്. കാരണം ഇത് ഒരു വലിയ ചരിത്രമാകാൻ പോകുന്നൊരു ദിവസമാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാനിത് പറയാൻ കാരണം വെറുതെ പറയല്ല. എനിക്ക് ജോയ്സിയെ അമല നഴ്സിംഗ് കോളേജിൽ BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കാലം മുതൽ ജീസസ് യൂത്ത് വഴിയാണ് എനിക്ക് പരിചയമുള്ളത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ജോയ്സിക്ക് ക്യാൻസർ വന്നു എന്നറിഞ്ഞിട്ട് ഞാൻ ഇവിടെ ജോയ്സിയെ കാണാൻ വരുന്ന സമയത്ത് 4ാമത്തെ ശരീരഭാഗത്ത് ക്യാൻസർ വന്നൊരു സമയത്താണ് ഞാൻ ഈ വീട്ടിൽ വരുന്നത്. അതിന് മുമ്പ് പ്രാവശ്യം ഞാൻ കണ്ടിരുന്നു 3 ഭാഗത്ത് ശരീരഭാഗത്ത് ക്യാൻസർ വന്നപ്പോൾ ഞാൻ കണ്ടിരുന്നു. പിന്നീട് 4ാമത്തെ ശരീരഭാഗത്തും കൂടെ അത് ലങ്സിൽ ക്യാൻസർ വന്ന സമയത്ത് ഞാൻ കുറച്ച് ആളുകളുമായിട്ട് ഒരുമിച്ച് ഇവിടെ ജോയ്സിയെ കാണാൻ വരാനൊരു സാഹചര്യം ഉണ്ടായി. അന്ന് വന്ന സമയത്ത് ഞങ്ങളൊരു 3 വണ്ടിയിൽ കുറേ ആളുകൾ ഇവിടെ എത്തി. അപ്പോൾ ഞങ്ങളോട് ഈ കൊച്ചു വീട്ടിലിരുന്ന ജോയ്സി അത്ര സന്തോഷത്തോടെയാണ് എങ്ങനെയാണ് ഒരു 5 പിള്ളേരുടെ അമ്മയായ ഒരു പെൺകുട്ടി ഇത്രയും ശരീരഭാഗത്ത് ലങ്സിൽ ഉൾപ്പെടെ 4ാമത്തെ ക്യാൻസർ വന്നിട്ട് ഇത്ര സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഇതിങ്ങനെ ആളുകളോട് പറയാൻ പറ്റുന്നതെന്ന് എനിക്ക് അത്ഭുതമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ഒരു വണ്ടി കുറച്ച് വൈകിയാണ് വരുന്നത്. അത് പള്ളിയിൽ ഒരാളെ വെയിറ്റ് ചെയ്യായിരുന്നു, കല്ലൂർ പള്ളിയിൽ. അപ്പോൾ ഞങ്ങൾ ബാക്കി എല്ലാവരും വീട്ടിൽ വന്നപ്പോൾ അവൾ സന്തോഷത്തോടു കൂടി ഇങ്ങനെ കഥകൾ പറയുകയാണ്. ഒക്കെ 16 ഓപ്പറേഷൻ നടന്ന കഥയും അവളുടെ ഈ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങൾ, 4ാമത്തെ ക്യാൻസർ. അവൾ പറഞ്ഞ അവസാനത്തെ സർജറിക്ക് പോയപ്പോൾ അനസ്തേഷ്യ ഒന്നും ഏൽക്കില്ല. അപ്പോൾ അവരോട് ഡോക്ടർമാരോട് പറഞ്ഞു, എൻ്റെ കർത്താവ് ഈശോ മിശിഹായെ തിരുവിലാവിലേക്ക് കുത്തിയപ്പോൾ ആരും അനസ്തേഷ്യ ഒന്നും കൊടുത്തിട്ടല്ല, അതുകൊണ്ട് കീറിക്കോളാൻ പറഞ്ഞ് പച്ചയ്ക്ക് ഇത് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അത്ഭുതപ്പെട്ടും ഒക്കെ കണ്ണു നിറഞ്ഞും ഒക്കെ കേട്ടുകൊണ്ടിരുന്ന അവൾ അവസാനിപ്പിക്കാൻ പോകുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ജോയ്സി മോളെ ഒരു വണ്ടിയും കൂടെ വരണുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് പള്ളിയിൽ നിൽക്കുന്ന ഒരു വണ്ടിയും കൂടെ വരും. അപ്പോൾ ഇവളീ ഇതൊന്നോടെ ചെറുതാക്കി അവളുടെ അനുഭവം പറയണം എന്നുള്ള. പക്ഷെ ഞാനിങ്ങനെ മോളെ ഒരു വണ്ടിയും കൂടെ വരണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ അതിന് വേറെ അർത്ഥത്തിലാണ് എടുത്തത്. അവൾ ചാടി ഒരു സെക്കൻഡ് പോലും ഇല്ലാതെ പ്രതികരിച്ചത്, അതിനെന്നാ റേജു കുഴപ്പം, 4 ക്യാൻസർ എന്ന് എൻ്റെ കർത്താവിന് എൻ്റെ 5ാമത്തെ ക്യാൻസർ സുഖപ്പെടുത്താൻ പറ്റും. ഞാൻ അത്ഭുതപ്പെട്ടു പോണത് ഒരു സാധാരണ മനുഷ്യന് ഇങ്ങനെ ഒരിക്കലും പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് ദൈവത്തെ അതുപോലെ അറിഞ്ഞ് ദൈവത്തിൻ്റെ മകളാണെന്ന് മനസ്സിലാക്കി യേശുക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതുപോലെ മുന്നോട്ട് പോണ ഒരാളാണ് ജോയ്സി. അതുകൊണ്ട് മാത്രമാണ്, ക്രിസ്തുവിനെ അതുപോലെ അടുത്തറിഞ്ഞ ഒരാളായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറയാൻ സാധിച്ചത്.